നിങ്ങളെ പിന്നെയും കാണാനായിട്ട് കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പൗർഷനിലെ ഈ പ്രത്യേക എപ്പിസോഡിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ലോകരാജ്യങ്ങളിൽ പലരും അനുഭവിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് ഗ്രേസ് ടൈം ടെലിവിഷൻ പ്രോഗ്രാമിനോട് നാളിന്ന് വരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചങ്ങനാശ്ശേരിയിലെ മെസ്സേജിലേക്ക് പോവുകയാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. തയ്യാറാവുക. ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരും. God bless you. Ephesians chapter 3 verse 19. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുക. Love that pass the knowledge. ബുദ്ധിയെ കവിയുന്ന, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുക. രണ്ട് കാര്യം. ഒന്ന്, പരിജ്ഞാനം. പരിജ്ഞാനം എന്നതിന് ഒത്തിരി വാക്കുകൾ ഞാൻ പറയും, പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. സുബോധം. പറഞ്ഞേ സുബോധം. സ്ഥലകാലബോധം. എവിടെയാ ഇരിക്കുന്നേ, എങ്ങോട്ടാ പോന്നേ, എന്താ കേൾക്കുന്നേ, എന്താ കാണുന്നേ, എന്താ എന്തിനാ തൊട്ടത്, ഈ ബോധമാണ് സ്ഥലകാലബോധം. ഹല്ലേലൂയ. പരിജ്ഞാനം, സുബോധം. സുബോധം. വലിയ തിരക്കുള്ള റോഡിന്റെ നടുക്ക് കയറി ആരും നിൽക്കുന്നില്ല. എന്നാ കാര്യം? ഒരു ബോധമുണ്ട്. എന്നാ കാര്യം? ഇത്രയും തിരക്കുള്ള റോഡിന്റെ നടുക്ക് കയറി നിന്നാൽ അതൊരു നിപ്പായിരിക്കുമെന്ന് ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് നിൽക്കാത്തത്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ ചെമ്പരത്തി പൂ ചെവി വെച്ചുകൊണ്ട് നടക്കുന്നത്. അയാൾക്ക് എന്തില്ല? സുബോധമില്ല. അതുകൊണ്ടാണ് അയാൾ ഭ്രാന്തനായിട്ട് നടക്കുന്നത്. അയാൾക്ക് എവിടെ എന്താന്നുള്ള ബോധമില്ല. ബോധം നഷ്ടപ്പെടുക, സുബോധമില്ലായ്മ, ബോധമില്ലായ്മ. ഇവിടെ ബോധമില്ലായ്മയെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ ബോധത്തെ കവിയുന്ന ദൈവം, ബുദ്ധിയെ കവിയുന്ന ദൈവം, ബുദ്ധിക്കെത്താത്ത ദൈവത്തിന്റെ ഇടപെടലുകളിൽ ഇടപെടുന്ന ദൈവം, അതിനെ മനസ്സിലാക്കാൻ പ്രാപ്തമാകുന്ന വിശുദ്ധന്മാർ. അതാ കേൾക്കാൻ പോകുന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 2, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 3, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, വീതി, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 4, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൽ നിങ്ങളെല്ലാവരും നിറയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5, എന്നാൽ ദൈവത്തിന്റെ എല്ലാം നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ലവ് പ്രയർ, സ്നേഹത്തിന്റെ പ്രാർത്ഥന, സ്നേഹത്തീന്നുള്ള പ്രാർത്ഥന എന്ന നിലയിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് 18 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങൾ ജോബി വായിക്കുന്നു, ശ്രദ്ധിക്കുക. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. ഏതായി സ്നേഹം? ഏതായി സ്നേഹം? ഇന്ന് പകൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 3 പദം ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് ഫിലയോ എന്ന പദമാണ്, അത് സഹോദര സ്നേഹത്തെ കാണിക്കുന്നു. രണ്ടാമത്തത് ഇറോസ് എന്ന പദമാണ്. ഇറോസ് എന്ന പദത്തെ വൈകാരിക സ്നേഹത്തെ എന്ന് വിശേഷിപ്പിക്കുന്നു. മൂന്നാമത്തത് അഗാപ്പെ എന്ന പദമാണ്. പറഞ്ഞേ, ഇറോസ്, ഫിലയോ, അഗാപ്പെ. ഇതിൽ ഇറോസ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇറോസ് വൈകാരികമായ സ്നേഹം, ഫിലയോ സഹോദരന്മാർ തമ്മിലുള്ള ബ്രദർലി ലവ്, സിസ്റ്റർലി ലവ്, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, അത് ഫിലയോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മൂന്നാമതൊന്ന് ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതേതാണെന്നറിയാമോ? പ്രതിഫലേച്ഛ കൂടാതുള്ള സ്നേഹം. അതിനെന്താ പറയുന്നത്? അഗാപ്പെ ലവ്. എല്ലാവരും പറഞ്ഞേ അഗാപ്പെ ലവ്. ഒച്ചത്തെ പറഞ്ഞേ അഗാപ്പെ ലവ്. ഈ അഗാപ്പെ ലവിന്റെ പ്രത്യേകത, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയും ഇങ്ങോട്ടില്ല, എല്ലാം അങ്ങോട്ടാ. ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മൾ ഇന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ദൈവം എല്ലാം നമുക്ക് തന്ന് സ്നേഹിക്കുകയായിരുന്നു. ഓ, എത്ര പേരെന്നെ കേൾക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇതാണ് അഗാപ്പെ ലവ്. ഈ സ്നേഹത്തിലാണ് നിങ്ങൾ എന്ത് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വാസം തുടങ്ങുമ്പോൾ നിങ്ങൾ വസിക്കാൻ തുടങ്ങുന്നത്. ഈ സ്നേഹത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നും. ഒന്ന് പറഞ്ഞേ, സ്നേഹത്തിൽ. ഉറക്കെ പറ, സ്നേഹത്തിൽ വേരിറക്കുക. ഏതായി സ്നേഹം എന്നറിയണമെങ്കിൽ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് പോകണം. ഏതാ യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യം? ദൈവം സ്നേഹം തന്നെ. എത്ര പേര് പറയും? സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. അപ്പൊ സ്നേഹത്തിൽ വേരൂന്നുക എന്നതിന്റെ ആശയം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. എന്താ? ക്രിസ്തുവിൽ വേരൂന്നുക, യേശുവിൽ വേരൂന്നുക. ഒച്ചത്തെ പറഞ്ഞേ. ഓക്കെ, യേശുവിൽ വേരൂന്നി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത പദം 18.
വേരൂന്നി. അടുത്ത പദം പറയാ, നിങ്ങൾ അടിസ്ഥാനപ്പെട്ടവരാകും. ഉറക്കെ പറഞ്ഞേ, ഒച്ചത്തിൽ പറ. ഏതിളക്കം വന്നാലും നിങ്ങൾ ഇളകത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, എല്ലാ ഇളകും, നീ ഇളകത്തില്ല. എല്ലാം കുലുങ്ങും, എല്ലാം വീഴും, പക്ഷെ നീ വീഴത്തില്ല. ഓ, എന്നാ കാര്യം ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞാൻ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരാ. പറഞ്ഞ അടിസ്ഥാനപ്പെടുക. റൂട്ടഡ് ഇൻ ലവ്. എന്നാ ഇംഗ്ലീഷിലെ പദം കൂടെ തൊട്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി. എന്താ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്? സ്നേഹത്തിൽ വേരൂന്നി, grounded in love, rooted in love. You may be rooted in love. നിങ്ങൾ സ്നേഹത്തിൽ വേരിറക്കണം. പറഞ്ഞേ, സ്നേഹത്തിൽ വേരിറക്കണം. ഒച്ചത്തിൽ പറ, വേരിറക്കണം. വേരിലുള്ളത് വൃക്ഷം വലിച്ചെടുക്കാൻ തുടങ്ങും. വേരിൽ സ്നേഹമാണെങ്കിൽ വൃക്ഷത്തിലും സ്നേഹമാ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല? വേരിൽ സ്നേഹമാണെങ്കിൽ വൃക്ഷത്തിലും സ്നേഹമാ. യേശുവാകുന്ന സ്നേഹത്തെ നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ സ്നേഹത്തിൽ നിങ്ങൾ വേരിറക്കി കഴിയുമ്പോൾ, അടുത്തത് തേർഡ് വായിച്ചു. അടിസ്ഥാനപ്പെട്ടവരാകും. സൂപ്പർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വീഴും. എത്ര കാറ്റ് വന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കും. എന്നാ കാര്യം? നിങ്ങളുടെ വേര് സ്നേഹത്തിലാ. ഉറക്കെ പറ, അമ്മേ. വലിയ കാറ്റ് വരുമ്പോഴും നീ പറയും, ഓ നന്നായിട്ട് ഉഷ്ണിച്ചിരിക്കുകയായിരുന്നു, താങ്ക് യു, നന്നായിട്ട് വന്നതിന് നന്നായി. ആ ഉഷ്ണമൊക്കെ അങ്ങ് മാറി. ഇതല്ലാതെ ഇതൊന്നും നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാരും തിരിച്ചറിഞ്ഞു, സ്നേഹത്തിൽ വേരൂന്നിയവനെ നിന്നെ മറിക്കാൻ ഉലകത്തിലെ ഒരു കാറ്റിനും കഴിയുകയില്ല. ഏതെങ്കിലും കാറ്റ് ഇന്ന് നിന്റെ തലയ്ക്ക് മേളിൽ അടിച്ചു പൊങ്ങി നിന്നെ വീഴിക്കുമെന്ന് പറയുന്നെങ്കിൽ, അതിനെ നോക്കി അഭിഷേകത്തോടെ അധരം തുറന്നു പറ, ഇല്ല, അതെന്നെ വീഴിക്കത്തില്ല, അതെന്നെ ഓ, കരമടിച്ച് ശക്തിയോടെ. ഓ, സ്തോത്രം, 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 സ്തോത്രം. സ്നേഹത്തിൽ വേരൂന്നുക. അടുത്ത പദമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഇപ്പോൾ ഇതാ ദൈവസ്നേഹത്തിന്റെ വീതി, ദൈവസ്നേഹത്തിന്റെ നീളം. പറഞ്ഞേ, ഓരോന്ന് പറ. വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് വിശുദ്ധന്മാരോടുകൂടെ അറിയണം. അത് ഭയങ്കര രസമാണ്. എഫേസ് ലേഖനത്തിലെ പഠനങ്ങൾ. എപ്പോഴെങ്കിലും എനിക്ക് എഫേസ് ലേഖനം മുഴുവൻ ഇവിടെ ഒന്ന് പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. എക്സൈറ്റിംഗ്, ഭയങ്കര ചിന്തകളാണ്. ദൈവസ്നേഹത്തിൽ അങ്ങ് വസിക്കാൻ തുടങ്ങി. ഇപ്പോഴിതാ ദൈവസ്നേഹത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പം എന്റെ വേരുകളെയും വലിച്ചോണ്ട് ആ വീതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ദൈവസ്നേഹത്തിന്റെ വീതിയിലേക്ക് എന്റെ വേരുകൾ പോകാൻ തുടങ്ങി. ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്റെ വേരുകൾ ഇറങ്ങാൻ തുടങ്ങി. ദൈവസ്നേഹത്തിന്റെ ഉയരത്തിലേക്ക് എന്റെ വേരുകൾ ഉയരാൻ തുടങ്ങി. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു വന്നത് ഒരു മതത്തെ പൊക്കാനും ഒന്നിനെ താത്താനും അല്ല. യേശുവിൻ്റെത് മതമല്ല, ഇത് മാർഗവാ. ഇത് എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, ഏത് കാറ്റടിച്ചാലും നീ ഇവിടൊക്കെ തന്നെ കാണും. ആമേൻ. ഉറച്ചു പറഞ്ഞേ ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിന്റെ ആഴം, വീതി, ഉയരം, നീളം എന്തെന്ന് എന്റെ വേരുകൾ ചെന്ന് അറിഞ്ഞ് ആരാഞ്ഞുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തിന്റെ ആഴവും വീതി, ഉയരവും എന്തെന്ന് ഒന്ന് അറിയുന്നതാ ക്രിസ്തീയ ജീവിതം. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതെന്തൊരു ജീവിതം എന്ന് തോന്നുന്നില്ല. എവിടുന്നോ പുതിയതൊന്ന് എന്റെ വേര് വലിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇതെന്നാ എവിടുന്ന ഈ സന്തോഷം? ഇത് നിന്നിലുള്ളതല്ല, ദൈവസ്നേഹത്തിലുള്ളത് നിന്നിലേക്ക് വരുന്നതാ. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോ പരിസരം മറന്നുപോകും സാറേ, ചുറ്റുപാട് മറന്നുപോകും. ആഘോഷിക്കാൻ തുടങ്ങും ഈ ജീവിതം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറയുക, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. ദൈവസ്നേഹത്തിന്റെ വീതി ഞാൻ അറിഞ്ഞു, അതിന്റെ നീളം ഞാൻ അറിഞ്ഞു, അതിന്റെ ഉയരം ഞാൻ അറിഞ്ഞു. ഇപ്പോഴിതാ എന്റെ ബുദ്ധിയെ കവിയുന്ന അളവിൽ, ഒന്ന് പറഞ്ഞു, എന്റെ ബുദ്ധിയെ കവിയുന്ന അളവിൽ, എന്റെ സുബോധത്തെ കവിയുന്ന അളവിൽ, എന്റെ സാഹചര്യത്തെ കവിയുന്ന അളവിൽ, ഞാൻ കേട്ട വാർത്തയെ കവിയുന്ന അളവിൽ, ഞാൻ കണ്ട കാഴ്ചയെ കവിയുന്ന അളവിൽ, എന്നെ തകർക്കുന്ന സകല വിഷയത്തെയും അതിജീവിക്കുന്ന അളവിൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവനെ, ഈ 2013 നിന്നോട് പറയാൻ പ്രവചനമുണ്ട്, നിന്നോട് പറയാൻ ആലോചനയുണ്ട്. നിന്റെ ബുദ്ധിയെ കവിയുന്ന അളവിൽ ഈ ആണ്ടിൽ ദൈവസ്നേഹം നിന്നിൽ പരിവർത്തിച്ച് പ്രവേശിക്കുക. പറഞ്ഞേ, ഇതിന്റെ ആശയം ഞാനൊന്ന് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. എന്റെ സുബോധം, ദൈവത്തിന്റെ സ്നേഹം, ഇത് രണ്ടും രണ്ട് ലെവലാണ്. ദൈവത്തിന്റെ സ്നേഹം ഹെവൻലി ലവ് ആണ്.
സ്വർഗീയ സ്നേഹം. പറഞ്ഞേ, ഒച്ചത്തിൽ പറ. എന്റെ അകത്തുള്ള ദൈവസ്നേഹം സ്വർഗീയമാണ്. പക്ഷെ എന്റെ സാഹചര്യം മുഴുവൻ ഭൗമികമാണ്. ഹല്ലേലൂയ. എനിക്ക് മക്കളുള്ളത് സ്വർഗത്തിലല്ല, ഇവിടെയാ. ഞാൻ പരീക്ഷ എഴുതിയത് സ്വർഗത്തിലല്ല, ഇവിടെയാ. എനിക്ക് കടം കൊടുത്ത് തീർക്കാനുള്ളത് സ്വർഗത്തിലല്ല, ഇവിടെയാ. ഞാൻ ഗബ്രിയലിന്റെ കയ്യിൽ നിന്നും മീകായലിന്റെ കയ്യിൽ നിന്നും അല്ല കടം മേടിച്ചോ, തോമസിന്റെ സ്കറിയയുടെയും കയ്യിൽ നിന്നാ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. സോ എന്റെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തിന്റെ ലെവൽ ഒന്ന്. രണ്ടാമത്തേത് ഞാനായിരിക്കുന്ന ഭൗമിക ലെവൽ ഒന്ന്. ഇത് രണ്ടും തമ്മിലുള്ള യുദ്ധം. ഹല്ലേലൂയ. ഭൗമിക ലെവൽ എന്നോട് പറയുന്നു ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ ലെവൽ എന്നോട് പറയുന്നു ഇത്രയല്ല, അത്രയുണ്ട്. ഓ, എത്ര പേർക്ക് മനസ്സിലായി? എന്റെ പരിജ്ഞാനം, എന്റെ സുബോധം എന്നോട് പറയുന്നു ഞാൻ രോഗിയാ. പക്ഷെ എഴുതപ്പെട്ട വചനത്തിന്റെ ദൈവസ്നേഹം എന്നോട് പറയുന്ന അവന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് തമ്മിൽ അയുദ്ധം. രോഗം സൗഖ്യം. പറഞ്ഞേ, രോഗം സൗഖ്യം. രോഗമെന്ന പരിജ്ഞാനവും സൗഖ്യമെന്ന ദൈവസ്നേഹവും തമ്മിൽ ഇടിഞ്ഞിട്ട് ഞാൻ ഏതിന് ചാഞ്ഞു കൊടുക്കുന്നോ അത് എന്നിൽ ജയിക്കും. മിക്കവാറും ഞാൻ ചാഞ്ഞു കൊടുക്കാറുള്ളത് കാണുന്ന രോഗത്തിനാ. എത്ര പേർക്ക് മനസ്സിലായി? മറ്റേത് കാണത്തില്ല. ഇന്ന് അനുഭവിക്കുന്ന എല്ലാം കാണാം. നിങ്ങളുടെ കടഭാരം നിങ്ങൾക്ക് കാണാം, പക്ഷെ നിങ്ങളുടെ കടഭാരം മാറിയിരിക്കുന്നു എന്ന വചനം കാണാനൊക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ബുദ്ധിയുടെ ലെവലിൽ ജീവിക്കുകയാണെങ്കിൽ, രണ്ടും തമ്മിൽ ഒന്ന് പൊക്കി നോക്കും. കടം, വാഗ്ദത്തം. എനിക്കുള്ള കടഭാരം അല്ലെങ്കിൽ എനിക്കുള്ള ബുദ്ധിമുട്ട് ഒരു തട്ടിൽ, എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം. അനുഭവിക്കുന്നത് വാഗ്ദത്തമല്ല, ബുദ്ധിമുട്ടാ. ഹലോ. പ്രസന്റ് വേൾഡ് അവന്റെ പിടിയില്ല, ആനുകാലിക ലോകം അവന്റെ കയ്യില. അതുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ വാസ്തവങ്ങൾ നിന്നെ കാണിച്ചു വിരട്ടിക്കൊണ്ടിരിക്കും അവൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഐ ആം ദ ട്രൂത്ത്, ഞാനാ സത്യം. അപ്പൊ ബാക്കിയല്ല എന്നാ? കള്ളം. കള്ളം ആരുടെയാ? സത്യം ആരുടേതാ? സത്യവാന്റെ സത്യവും പിശാചിന്റെ കള്ളവും തമ്മിലുള്ള യുദ്ധമായി ഇപ്പൊ നടക്കുന്നേ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിശാചിന്റെ കള്ളം പറയുന്നു നീ രോഗിയാ. യേശുവിന്റെ സത്യം പറയുന്നു അവന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ ആരുടെ കൂടെയാ? ആണോ? ആണോ? ആണെങ്കിൽ പിന്നെ എന്നെ ഇന്നലെ പറഞ്ഞ എന്നെ കൊണ്ട് ഇത് പോകത്തുള്ളെന്ന്? ആണെങ്കിൽ പിന്നെ എന്നെ ഇന്നലെ പറഞ്ഞ ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളെന്ന്? ഹലോ. 99% നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ലോകമാ. കാരണം നിങ്ങൾ പാർക്കുന്നത് സ്വർഗത്തിലല്ല, ഇവിടെയാ. നമ്മുടെ പൗരത്വം അവിടെ ആണെങ്കിലും നമ്മുടെ താമസം ഇവിടെയാ. ഓ, ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കാമേ. അപ്പൊ പ്രസന്റ് വേൾഡിന്റെ റിയാലിറ്റി എപ്പോഴും, ആനുകാലിക ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, വാസ്തവങ്ങൾ എപ്പോഴും ഭക്തന് വിരോധമായിട്ട് ഉയർത്തി കാണിച്ചിട്ട് അത് കാണ്, അത് കേക്ക്. ബിലീവ് വാട്ട് യു സീ, നീ കണ്ടത് നീ വിശ്വസിക്ക്. ബിലീവ് വാട്ട് യു ഹിയർ, നീ കേട്ടത് നീ വിശ്വസിക്ക്. ബിലീവ് വാട്ട് യു ടച്ച്, നീ തൊട്ടത് നീ വിശ്വസിക്ക്. ഹലോ. ആമേൻ. ദൈവസ്നേഹം നിങ്ങളുടെ പരിജ്ഞാനത്തെ കവിയുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന രോഗത്തെ നോക്കി വിളിച്ചു പറയും, ഈ കള്ളം ഞാൻ വിശ്വസിക്കത്തില്ല. കള്ളന്റെ കള്ളം വിശ്വസിക്കാനുള്ള ആളല്ല ഞാൻ, സത്യവാന്റെ സത്യം വിശ്വസിക്കാനുള്ള ആളാ ഞാൻ. യേശു പറഞ്ഞ പദം ഞാൻ എടുത്തിടാം, യു ഷാൽ നോ ദ ട്രൂത്ത്. നിങ്ങൾ എപ്പോൾ സത്യം അറിയുന്നോ അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഓ, ഇപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ രോഗമല്ല വാസ്തവം, നിങ്ങളുടെ സൗഖ്യമാ സത്യം. ബുദ്ധിയെ കവിയട്ടെ, ബുദ്ധിയെ കവിയട്ടെ, ബുദ്ധിയെ കവിയട്ടെ, ബുദ്ധിയെ കവിയട്ടെ. എന്റെ വീട്ടിൽ ജയിക്കുന്നത് എന്ത്? എന്നെങ്കിലും ദൈവസ്നേഹം എന്റെ ബുദ്ധിയെ കവിഞ്ഞിട്ടുണ്ടോ? ഈ മുറിക്കകത്ത് നിന്ന് ആ മുറിയിലോട്ട് പോകാൻ എനിക്ക് പേടിയാ. ഇത് സുബോധവാ.
സുബോധമാണ്. എന്നെ കെട്ടിച്ചോണ്ട് വന്ന കാലം മുതൽ അന്നത്തെ ആ ദിവസങ്ങളിൽ ആ ആഴ്ച ഞാൻ ഉറക്കുകയാണ്. ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നപ്പോൾ എന്തോ ശബ്ദം കേട്ടു. അന്ന് മുതൽ ആ മുറിയിലോട്ട് പോകാൻ എനിക്ക് പേടിയാ. ഇതെന്റെ സുബോധമാണ്. രക്ഷിക്കപ്പെട്ടു, കൃപയിൽ ആരാധിക്കുന്നു, ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ മെമ്പറുവാ. പക്ഷെ ആ മുറിയിൽ കേൾക്കുമ്പോൾ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഇന്ന് വരെ ഭയം എന്ന സുബോധത്തെ ദൈവസ്നേഹം കവിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ മുറിയിലോട്ട് പോകുന്ന എനിക്ക് പേടി. ഇന്ന് ഭയം എന്ന സുബോധത്തെ ദൈവസ്നേഹം കവിഞ്ഞ നിന്റെ കട്ടിലെടുത്ത് ആ മുറിയിലിട്ടിട്ട് നീ നിർഭയനായിട്ട് ആ മുറി പാർക്കും. ഓ, എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്റെ കാലിന് വേദന, എന്റെ വയറിന് വേദന, എന്റെ പുറത്തിന് വേദന, എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ തോന്നലിനനുസരിച്ച് വയറിനെ, ആ തോന്നലിനനുസരിച്ച് കയ്യെ, ആ തോന്നലിനനുസരിച്ച് കാലിനെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്പൊ കാലിനോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക, നിനക്കെന്തോ പ്രശ്നമുണ്ട്. വയറിനോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക, നിനക്കെന്തോ പ്രശ്നമുണ്ട്. കയ്യോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക, നിനക്കെന്തോ പ്രശ്നമുണ്ട്. ഇനി കാണുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും എല്ലാം പ്രശ്നത്തിൽ നിന്നാണ്. എന്നാൽ ഇന്ന് എനിക്കെന്തോ പ്രശ്നമുണ്ടോ എന്ന് സാത്താൻ അടിച്ചേൽപ്പിച്ച പരിജ്ഞാനത്തെ ദൈവസ്നേഹം അങ്ങോട്ട് കവിയട്ടെ. എന്നിട്ട് വിളിച്ചു പറ, എനിക്കൊരു കുഴപ്പമില്ല. പറഞ്ഞു 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 എനിക്കൊരു കുഴപ്പമില്ല. സുബോധം പറയുന്നു ഞങ്ങളുടെ വീട് ജപ്തിയാകും. സുബോധം പറയുന്നു ഞങ്ങൾ കടഭാരത്തിൽ തകരും. സുബോധം പറയുന്നു, ഹല്ലേലൂയ. സുബോധം പറയുന്നു ഫെബ്രുവരി മാസത്തിൽ ആധാരം എഴുതേണ്ടത് കേട്ടോ. ആധാരം എഴുതിയില്ലേ നീ കൊടുത്ത പൈസ പോകും. സുബോധം പറയുന്നു, സുബോധം സുബോധം. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു ഇല്ല, ഫെബ്രുവരിക്ക് മുമ്പേ അത് കൊടുത്തു തീർക്കാനുള്ള കാശ് നിന്റെ കൈ വന്നിരിക്കും. ഓ ഓ ജീസസ് ജീസസ്. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അനുവദിക്ക് അനുവദിക്ക് അനുവദിക്ക്. പരിസരം മറന്ന് കർത്താവിനെ സ്തുതിക്ക്. നിങ്ങളുടെ സിറ്റുവേഷനെ നിങ്ങൾ കാണുകയില്ല. ഇതിനകത്ത് അല്പം പെപ്സിയോ അപ്പൊ അല്പം മെറിൻഡായോ 7-Up ഒക്കെ മേടിച്ചു വെച്ചിട്ട് 10 പ്രാവശ്യം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് തുറന്നിട്ട് നോക്കി. തുറക്കുന്നവന്റെ മുഖത്തിരിക്കും അല്ലേ? ഇത് കുലുങ്ങി ഇതിന്റെ പ്രഷർ കൂടുമ്പോ തുറന്നാൽ ഇത് തന്നെയാണ് നിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. ഓവർഫ്ലോ ചെയ്യും, ഓവർഫ്ലോ ചെയ്യും, ഓവർഫ്ലോ ചെയ്യും. പുറത്തോട്ട് ഒഴുകും. ദൈവസ്നേഹത്തിൽ നീ നിറയുമ്പോൾ നീ കുലുക്കുന്നവരെ നോക്കിയിട്ട് നീ പറയും വെറുതെ കുലുക്കി കാഠിന്യം കൂട്ടാതെ. ഇപ്പോഴാണ് ഒരു പരുവത്തിന് ഇങ്ങനെ ഇരുന്നോളാം, നിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ എന്നെ കുലുക്കിയ പൊന്നു മോനെ ഞാൻ തെറിക്കും, പൊന്നു മോളെ ഞാൻ പൊങ്ങും. നീ കുലുക്കിയ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഇന്ന് എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? പ്രഷർ അകത്ത് തെങ്ങിയ പുറത്ത് പൊട്ടി വന്നേ പറ്റും. അതുപോലെ തന്നെ ദൈവസ്നേഹം നിന്റെ ബുദ്ധിയുടെ അടപ്പിനകത്ത് ഇനി ഇരിക്കയില്ല. ആ അടപ്പ് തുറന്ന് പുറത്തോട്ട് ഒഴുകാൻ പോവാ. ഓ ജീസസ്. ഓരോ അത്ഭുതവും യേശു ചെയ്യുമ്പോഴും ബുദ്ധിക്കെത്താത്ത ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് ആമേൻ പറഞ്ഞോണ്ടാ ചെയ്തേ. കർത്താവിനറിയാം കാല് ചവിട്ടിയതും മണ്ണ, തുപ്പിക്കൊഴച്ചാലും മണ്ണ. ഹലോ, തുപ്പിയതും മണ്ണില, കുഴച്ചതും മണ്ണിനെയാ. ബുദ്ധി പറയുന്നു ഇത് വെറും മണ്ണ. പക്ഷെ ബുദ്ധിയെ കവിയുന്ന ദൈവസ്നേഹം പറയുന്നു ഈ മണ്ണ് കണ്ണാകും, ഈ മണ്ണ് കണ്ണാകും. ഇപ്പൊ തന്നെ സംഭവിക്കട്ടെ. ഓരോ വീടുകളിലേക്ക് അത് വ്യാപരിക്കണം. നിന്റെ മക്കളുടെ മേലേക്ക് അത് വ്യാപരിക്കണം. സുബോധങ്ങൾ അവരുടെ ഉള്ളിൽ കെട്ടുമുട്ടട്ടെ. അടപ്പ് തുറന്നത് പോലെ, അടപ്പ് തുറന്നത് പോലെ, അടപ്പ് തുറന്നത് പോലെ, അടപ്പ് തുറന്നത് പോലെ. സുബോധത്തിന്റെ അടപ്പുകൾ പൊട്ടട്ടെ. സുബോധത്തിന്റെ പരിധികൾ പൊട്ടട്ടെ. സുബോധത്തിന്റെ പരിധികൾ പൊട്ടട്ടെ.
നിന്റെ സുബോധം നിന്നോട് പറയുന്നു നീ തോൽക്കുമെന്ന്. പക്ഷെ സുബോധത്തെ കവിയുന്ന പരിജ്ഞാനം പറയുന്നു ഞാൻ ജയാളിയാ. സുബോധം എന്നോട് പറയുന്നു എനിക്ക് ജോലിയില്ല, പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ബുദ്ധിക്കെത്താത്ത ദൈവിക പരിജ്ഞാനം എന്നോട് പറയുന്നു എനിക്ക് ജോലിയല്ല, എന്തും ചെയ്യാൻ. ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഇത് നിന്റെ സമയമാ. ബുദ്ധി പറയുന്നത് ഇതിന് തളർച്ച. എത്ര വർഷമായി തളർച്ചയാ? 5-6 വർഷമായി. 6 വർഷമായി ഈ വർഷത്തിന് തളർച്ച. ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഉയർത്താൻ പറ്റില്ല. ബുദ്ധി പറയുന്നു പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ജയിക്കണം? ദൈവസ്നേഹത്താൽ. പവർ അടിക്കാൻ പോവാണേ. പരിശുദ്ധാത്മാവേ, ആദ്യമായിട്ട് വരിക, പക്ഷെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. നിന്റെ വിശ്വാസത്തിന്റെ അളവിനൊത്തോണോ നിന്നെ സംഭവിക്കാം. ഇപ്പൊ തന്നെ സംഭവിക്കാം. ഇനി കൈ പൊക്കാൻ വേണ്ടി എഴുന്നേക്കണ്ട, ഇപ്പൊ തന്നെ പൊക്കിക്കോ. കരമടിച്ചത് കർത്താവിനെ സ്തുതി. എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ. ബുദ്ധിക്കതീതമ, ബുദ്ധിക്കതീതമ, ബുദ്ധിക്കതീതമ. എന്നാ സംഭവിച്ചേ? എന്നാ സംഭവിച്ചേ? ഞാൻ വേരൂന്നിയപ്പോ ദൈവം തന്നു. ജീസസ് ഈസ് അലൈവ്. He's alive. Jesus is alive. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കണ്ടില്ലേ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ നമ്മൾ അനുവദിച്ചാൽ ആ നിലയിൽ ദൈവസ്നേഹം നമ്മളിൽ വർക്ക് ചെയ്യും. പക്ഷെ പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയാകട്ടോ. ബുദ്ധിയെ മാറ്റി നിർത്തിയിട്ട് വെറുതെ അങ്ങ് ഇറങ്ങി കൊടുത്താൽ മതി, കർത്താവിൻ്റെ പ്രവൃത്തികൾ നടക്കും. കർത്താവെ, ഇന്ന് ലോകരാജ്യങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ബുദ്ധിയും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ള യുദ്ധത്തിലായിരുന്നു ഇത്രയും നാൾ. പക്ഷെ ഇന്ന് അതിനെ കവിഞ്ഞ്, ബുദ്ധിയെ കവിഞ്ഞ് ഓവർഫ്ലോ ചെയ്തിട്ട് ദൈവത്തിൻ്റെ വചനം കയറിപ്പോകുന്നതിനാണ് സ്തോത്രം. അങ്ങനെ നിന്റെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾക്കാണ് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മുടന്തർ നടക്കട്ടെ, ഊമർ സംസാരിക്കട്ടെ, ചെകിടർ കേൾക്കട്ടെ, മരിച്ചവർ ഉയർക്കട്ടെ. ഇപ്പോൾ തന്നെ ഇന്ന് എനിക്ക് പ്രത്യേകമായിട്ട് ഈ സ്പെസിഫിക് എപ്പിസോഡിൽ കർത്താവ് പറയുന്ന ഒരു ആലോചനയുണ്ട്. ഇപ്പം തന്നെ ഈ ഫോൺ കോള് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താണെന്നറിയോ, കിടക്കയിൽ കിടക്കുന്ന, പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം. യേശുവിൻ്റെ നാമത്തിൽ കിടക്കയിൽ ഒരു വശത്തിന് തളർച്ച സംഭവിച്ചിട്ട് ബെഡ് റിഡൻ ആയിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സെക്കൻഡിൽ തല മുതൽ പാദം വരെ ദൈവശക്തി അടിക്കട്ടെ. ആ കാലുകൾ ചലിക്കട്ടെ, ആ നട്ടല് ജീവൻ പ്രാപിക്കട്ടെ, ആ കണ്ണുകൾക്ക് ജീവൻ പ്രാപിക്കട്ടെ, ആ ചെവികൾക്ക് ജീവൻ പ്രാപിക്കട്ടെ, സെല്ലുകൾ ജീവൻ പ്രാപിക്കട്ടെ, ഞരമ്പുകളിലൂടെ രക്തമൊഴുകട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ആ വ്യക്തിക്ക് ചാടി എഴുന്നേൽക്കാം. നിങ്ങളെ കർത്താവ് തൊട്ടിരിക്കുന്നു. യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. വിശ്വസിക്കുക. അതുപോലെ തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള സ്പൈനൽ ഡിസീസസിനെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബാക്ക് പെയിൻ റിലീസാകട്ടെ. സ്പൈനൽ ഡിസോർഡർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ പൂർണ്ണമായിട്ട്. വിശ്വസിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. ഫോൺ കോളുകൾ കേൾക്കാൻ സന്തോഷമുണ്ട്. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കേൾക്കാനായിട്ട് സന്തോഷമുണ്ട്. sajidbrother@gmail.com എന്ന് പറയുന്ന ഈ പേഴ്സണൽ മെയിൽ ഞാൻ പേഴ്സണലായിട്ട് കാണുന്ന മെയിലാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ മെയിലിൽ നിങ്ങൾ എഴുതി വിട്ടാൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയും. പ്രെയർ ലൈനിലെ പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വേഗത്തിൽ തുടർമാനമായി കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് വിളിച്ചാട്ടെ. ചങ്ങനാശ്ശേരിയിലോട്ടൊന്ന് വന്നാട്ടെ, നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു.